ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? അപ്പം എൻ്റെ എക്സാം ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു എൻ്റെ എക്സാം. ഫസ്റ്റ് സ്റ്റേജിലാണ് എക്സാം എന്ന് അറിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം അതവിടെ കഴിഞ്ഞല്ലോ. ഇനി അടുത്ത വരുന്ന എക്സാംസിന് വേണ്ടി ഒരു പ്രിപ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് ഒരുപാട് സമയം എന്നൊന്നും പറയാനില്ല. ഇനി നമുക്ക് മുന്നിലുള്ളത് VFA എന്ന് പറഞ്ഞൊരു വലിയൊരു എക്സാമാണ്. ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലൊക്കെ 17-ാം തീയതിയാണ് കേട്ടോ. അതായത് ഒക്ടോബർ 17-ാം തീയതി സാറ്റർഡേ ആണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ ഒക്ടോബർ 1 ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലൊക്കെ ഒക്ടോബർ 31-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹോൾ ടിക്കറ്റ് ഒക്ടോബർ 16-ാം തീയതി നമുക്ക് കിട്ടും. ഞാനിപ്പം പറഞ്ഞ ജില്ലകൾ ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകൾക്കൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ് കേട്ടോ. സെപ്റ്റംബർ 19-ാം തീയതി ശനിയാഴ്ചയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല. അപ്പോൾ VFAൻ്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഓരോരുത്തരും എക്സാം എഴുതുന്നത് എന്നുള്ളൊരു രീതിയിൽ വേണം നമ്മുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നാളെ നീട്ടി വെക്കാൻ പാടില്ല. പിന്നെ നമുക്കതൊരു വലിയൊരു ബേർഡനായിട്ട് മാറും. അതുകൊണ്ട് ആരും ഉഴപ്പാതെ വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. നമുക്കധികം സമയമില്ല. അതുപോലെ തന്നെ നമുക്ക് 14-ാം തീയതി ഒക്ടോബർ മാസം വെനസ്ഡേ ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് ഉടൻ തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻസിൻ്റെ ഹോൾ ടിക്കറ്റ് വരും പോകുന്നത് സെപ്റ്റംബർ 29-ാം തീയതി ആയിരിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ VFAയുടെ എക്സാം പോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാമും ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിലെത്തുന്നതാണ് അല്ലേ. അപ്പോൾ എല്ലാവരും പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ഏകദേശം നമ്മളുടെ മാർക്ക് ഏകദേശം നമുക്കറിയാൻ പറ്റുമല്ലോ ആർക്കൊക്കെ പ്രിലിംസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സാധ്യത കാണുന്ന ആൾക്കാരൊക്കെ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. അല്ലാതെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് തുടങ്ങാമെന്നൊന്നും വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നടക്കില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ച് തുടങ്ങാൻ നോക്കിക്കോളൂ. അതുപോലെ തന്നെ SBCIDയുടെ മെയിൻസിൻ്റെ എക്സാം റിസൾട്ടും പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നടക്കാൻ പോകുന്നത് 28-ാം തീയതിയാണ്. അതായത് ഒക്ടോബർ 28-ാം തീയതിയാണ് വരുന്നത്. വെനസ്ഡേ ആയിരിക്കും എക്സാം അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് ഒക്ടോബർ 13-ാം തീയതി ആയിരിക്കും വരുന്നത്. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് നടക്കുന്ന ഒരു എക്സാം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോളൂ. അതുകൂടാണ്ട് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം അപ്ലൈ ചെയ്തവർക്ക് ഒക്ടോബർ 3-ാം തീയതി സാറ്റർഡേ ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഹോൾ ടിക്കറ്റ് സെപ്റ്റംബർ 18-ാം തീയതി നമ്മുടെ പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. സോ എല്ലാവരും മടി പിടിച്ച് ഇരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പഠനം ഉഷാറായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. നല്ല എഫക്റ്റീവായിട്ട് തന്നെ പഠിക്കുക. ഒരുപാട് പഠിച്ചതിലല്ല കാര്യം, പഠിക്കുന്നത് നല്ല എഫക്റ്റീവായിട്ടും സ്മാർട്ടായിട്ടും പഠിക്കാനിരിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് PYQs ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും തപ്പിപ്പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മളത് പഠിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവും അല്ലേ. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് PYQൻ്റെ. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് PYQ ആൻസർ കിട്ടും. അതായത് ഇപ്പോൾ 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് മാരത്തോൺ ക്ലാസ്സസ് ഒക്കെ കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ടൈമിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ പല ജോലിക്കൊക്കെ പോയിട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മാരത്തോൺ ക്ലാസ്സസ് ആണ്. അതായത് എക്സാംസ് അടുക്കുന്നതിനനുസരിച്ച് ഓരോ യൂട്യൂബ് ചാനലിലും ഇതിപ്പോൾ എൻട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈലോ ആയിക്കോട്ടെ, ട്രിക് ടേൺ ആയിക്കോട്ടെ, ഇതിലൊക്കെ ഒരുപാട് മാരത്തോൺ ക്ലാസ്സസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പണ്ട് മുതലേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ എക്സാമിന് അടുപ്പിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഒരുപാട് ആൻസർ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് മാക്സിമം ചെയ്യാറുള്ളത്. അതായത് എക്സാമിൻ്റെ ഡേറ്റ് അടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും.
അതുപോലെ തന്നെ മാക്സിമം ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കുക കേട്ടോ. എക്സാമൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് ഈ ഫോണിൽ തോണ്ടി ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഉഷാറായിരിക്കും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലുള്ള വ്ളോഗ്സ് ഇതൊക്കെ കാണാനായിരിക്കും കുറച്ച് താല്പര്യം കൂടുതൽ ചിലർക്കെങ്കിലും. അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കുക. അതുപോലത്തെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. എക്സാമിന് ഒരു 2 വീക്സ് എങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് എങ്കിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് ഇതുപോലത്തെ മാരത്തോൺ ക്ലാസ്സസ് ഒക്കെ കേൾക്കുക. അപ്പോൾ ഇനി ഡിഗ്രി അല്ല 10th പ്രിലിംസിൻ്റെ ബാക്കിയുള്ള സ്റ്റേജസ് എഴുതുന്ന എല്ലാവർക്കും എൻ്റെ എന്താ പറയുക, നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വരിക. എല്ലാവരും ഒരു ടെൻഷനൊന്നും ഇല്ലാതെ എക്സാം എഴുതിയിട്ട് വരിക. എല്ലാം അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ മാറ്റിവെച്ച എക്സാം ഉണ്ടല്ലോ, അന്ന് ക്യാൻസൽ ചെയ്തത്, അത് 22-ാം തീയതിയാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതും എല്ലാവരും പഠിച്ച് നല്ല ഉഷാറായിട്ട് അടുത്ത എക്സാമിന് പഠിച്ചു തുടങ്ങാം.